ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ ചിട്ടകളിലും ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച്. മേൽശാന്തിയെ ഭരണസമിതി 6 മാസത്തേക്കാണ് നിയമിക്കുന്നത്. ആ കാലയളവിൽ മേൽശാന്തി അമ്പല പരിസരം വിട്ടു പോകാൻ പാടില്ല. കർശനമായി ബ്രഹ്മചര്യം അനുഷ്ഠിക്കേണ്ടതാണ്. മേൽശാന്തിയെ തന്ത്രിയുടെയും ഓദിക്കൻ്റെയും കീഴിൽ 2 ആഴ്ച ക്ഷേത്രത്തിലെ ആചാരങ്ങളെ പൂജകളെ പറ്റി പഠിച്ച് മൂലമന്ത്രം ഗ്രഹിച്ചാണ് ചുമതലയേൽക്കുന്നത്. നിയുക്ത മേൽശാന്തി തൽസ്ഥാനമേൽക്കുന്നതുവരെ ക്ഷേത്രത്തിൽ ഭജനമിരിക്കേണ്ടതാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൂജയിലും ചിട്ടയിലുമുള്ള വ്യത്യാസം ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത് കൊണ്ട് തന്നെ പുതിയ മേൽശാന്തി വരുമ്പോൾ ഈ ചിട്ടകൾ അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ മേൽശാന്തിയായി നറുക്ക് കിട്ടിയ ആ ഭാഗ്യമുള്ള വ്യക്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. തുടർന്ന് 6 മാസം അദ്ദേഹമാണ് മേൽശാന്തി. ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ ഇതൊക്കെ പഠിച്ചിരിക്കണം ഈ 12 ദിവസം കൊണ്ട്. മാത്രമല്ല ജപിക്കാനും അതുപോലെ മനഃശക്തിക്കും ഇതൊക്കെ പ്രാധാന്യമാണ്. അപ്പോൾ അതിനു വേണ്ടി മേൽശാന്തി നറുക്ക് കിട്ടിയ ആൾ നിലവിലുള്ള മേൽശാന്തിയോടൊപ്പം മേൽശാന്തി പത്തായപ്പുരയിൽ, അതായത് മേൽശാന്തി താമസിക്കുന്ന സ്ഥലമാണ് മേൽശാന്തി പത്തായപ്പുര, അവിടെ അദ്ദേഹവും താമസിക്കും. രാവിലെ മേൽശാന്തിയോടൊപ്പം നിയുക്ത മേൽശാന്തിയും 2 മണിക്ക് കുളിച്ച് വരും. 4 അമ്പലത്തിൽ പ്രവേശിച്ചാൽ ആദ്യം ഗണപതി ഭഗവാനെ തൊഴും. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നട തുറന്നിട്ടുണ്ടാവില്ല. അതിനുശേഷം നമസ്കാര മണ്ഡപത്തിനടുത്ത് തിടപ്പള്ളിക്ക് സമീപം ഇരുന്ന് ജപം തുടങ്ങും. 3 മണിക്ക് നട തുറന്നാൽ നിർമാല്യ ദർശനം മുതൽ രാത്രി അത്താഴപൂജ കഴിഞ്ഞ് മേൽശാന്തി പോകുന്നത് വരെ അദ്ദേഹവും അവിടെ ഉണ്ടാവും. ഓരോ പൂജകളും തൊഴുത് ജപം, അതായത് ഗായത്രി മന്ത്രം 1008 തവണ ജപിക്കും. കൂടാതെ വിശേഷപ്പെട്ട സൂക്തങ്ങൾ ഒക്കെ അവിടെ ഇരുന്ന് അതിനൊക്കെ ഓരോ കണക്കുണ്ട്, അതനുസരിച്ച് ജപിക്കും. ഓം നമോ നാരായണ അത് ജപിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഗുരുവായൂർ മേൽശാന്തി രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഉച്ചപൂജ കഴിഞ്ഞ് മേൽശാന്തി മുറിയിൽ എത്തുന്നത് വരെ ഒന്നും കഴിക്കാറില്ല എന്ന് അറിയാലോ, ഉപവാസത്തിലായിരിക്കും. അത് പണ്ട് മുതലേ ഉള്ള ചിട്ടയാണ്, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിയുക്ത മേൽശാന്തിയും ഇതുപോലെ ഈ 12 ദിവസം ഭജനമിരിക്കുമ്പോൾ അവരും അത് പരീക്ഷിച്ച് നോക്കും. സാധാരണക്കാരന് പറ്റില്ല. അപ്പോൾ ഗുരുവായൂർ മേൽശാന്തി ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളാണ്, അദ്ദേഹത്തിന് ഉപവാസം എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് അറിയാമല്ലോ. ചിലരപ്പോൾ ഈ 12 ദിവസം തൊട്ടേ തന്നെ പരീക്ഷിച്ച് തുടങ്ങും. അപ്പോൾ അത്രയേറെ തപശക്തി കിട്ടിയിട്ടാണ് മേൽശാന്തിയായി ഗുരുവായൂർ വരുന്നത്. ഭഗവത് പുണ്യം, അല്ലാതെ നമുക്ക് ഭഗവാന്റെ ശക്തി എന്നൊക്കെയാണ് ഇത് പറയാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ ഇത്ര നേരം യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ലാതെ അവരാ പൂജയിലൊക്കെ മുഴുകുക എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇത്രയും പ്രിയപ്പെട്ട ഒരാളായിരിക്കുമല്ലോ മേൽശാന്തിയല്ലേ. ഗുരുവായൂരപ്പനെ പൂജിക്കാൻ തുടങ്ങുന്നവരും ഭജനമിരിക്കും. ഭജനത്തിന് അത്രയേറെ പ്രസക്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. മേൽശാന്തിയായി നറുക്ക് കിട്ടിയ വ്യക്തി 12 ദിവസം ഭജനമിരിക്കേണ്ടത് ഗുരുവായൂരിലെ ചിട്ടയാണ്.